Today we will be studying JavaScript. അപ്പോൾ JavaScript എന്താണ്? JavaScript ഒരു ലൈറ്റ് വെയിറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് നമ്പർ ഓഫ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് സെവറൽ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സ്ക്രിപ്റ്റിംഗ് ദ വെബ് പേജസ്. വെബ് പേജസ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെവറൽ വെബ്സൈറ്റ്സ് JavaScript യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻ്റർപ്രറ്റഡ് ഫുൾ ഫ്ലെഷ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഇൻ്ററാക്ഷൻ തരുന്നുണ്ട് ഓൺ വെബ്സൈറ്റ്സ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 ഫോർ ആഡിങ് പ്രോഗ്രാംസ് ടു ദ വെബ് പേജസ് ഇൻ ദ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ബ്രൗസർ. JavaScript യൂസ് ചെയ്ത് നമുക്ക് മോഡേൺ വെബ് ആപ്ലിക്കേഷൻസ് ഇൻ്ററാക്ട് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും വിത്തൗട്ട് റീലോഡിങ് ദ പേജ് എവറി ടൈം. JavaScript ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്ഷൻ ഇല്ല, പക്ഷേ the name was suggested and provided at the time when Java was gaining popularity in the market. In addition to web browsers, databases such as CouchDB and MongoDB JavaScript use ചെയ്യുന്നുണ്ട് as the scripting language. നമുക്കിനി JavaScriptന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതെല്ലാം JavaScriptന്റെ ഫീച്ചേഴ്സ് ആണ്. All popular web browsers support JavaScript as they provide built-in execution environments. എല്ലാ വെബ് ബ്രൗസറും പോപ്പുലർ വെബ് ബ്രൗസറും JavaScript സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ദർ ബിൽഡ്-ഇൻ എക്സിക്യൂഷൻ എൻവയൺമെൻറ്റ്സ്, അതായത് IDE. JavaScript follows the syntax and structure of C programming language. It is a structured programming language. JavaScript C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. JavaScript വീക്ക്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. JavaScript ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് പ്രോട്ടോടൈപ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് rather than using classes for inheritance. അതൊരു ലൈറ്റ് വെയ്റ്റഡ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ലൈറ്റ് വെയ്റ്റ് പറഞ്ഞാൽ ലെസ് നമ്പർ ഓഫ് റിസോഴ്സസ് യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റഡ് ലാംഗ്വേജ് ആണ്. അതൊരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്, അതായത് അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആണ്. JavaScript സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെവറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിങ് വിൻഡോസ്, മാക് OS എക്സെട്ര. അത് ഗുഡ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും ടു ദ യൂസേഴ്സ് ഓവർ ദ വെബ് ബ്രൗസേഴ്സ്. JavaScript വേരിയബിൾ. JavaScript വേരിയബിൾ ഈസ് സിംപ്ലി എ നെയിം ഓഫ് സ്റ്റോറേജ് ലൊക്കേഷൻ. JavaScript വേരിയബിൾ പറഞ്ഞാൽ ഒരു നെയിമാണ് ഓഫ് എ സ്റ്റോറേജ് ലൊക്കേഷൻ. There are two type of variables in JavaScript, local variable and global variable. രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ട് JavaScriptൽ. ഒന്ന് ലോക്കൽ വേരിയബിളും ഒന്ന് ഗ്ലോബൽ വേരിയബിളും. There are some rules while declaring a JavaScript variable. അപ്പം കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. JavaScript വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ. എപ്പോഴും നെയിം ലെറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ $സൈനിന് ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം 0 to 9. ഫോർ എക്സാമ്പിൾ വാല്യൂ 1. പക്ഷേ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെറ്ററിന്നോ അണ്ടർസ്കോറിന്നോ അതോ $നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. JavaScript വേരിയബിൾസ് കേസ് സെൻസിറ്റീവ് ആണ്, അതായത് സ്മോൾ എക്സും ക്യാപിറ്റൽ എക്സും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പം ഇത് JavaScript വേരിയബിൾസ് ആണ്. var x പറഞ്ഞാൽ നമ്മൾ എക്സ് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി, പിന്നെ 10 അസൈൻ ചെയ്തു. var അണ്ടർസ്കോർ വാല്യൂ ഈക്വൽ ടു സോനു. അപ്പം അണ്ടർസ്കോർ വാല്യൂവിൽ ഒരു സ്ട്രിങ് സോനു എന്ന് നമ്മൾ അസൈൻ ചെയ്തു. ഇത് കറക്റ്റ് JavaScript വേരിയബിൾസ് ആണ്, പക്ഷേ ഇത് ഇൻകറക്റ്റ് JavaScript വേരിയബിൾസ് ആണ്. var 1 2 3 ഈക്വൽ 30, var star a ഈക്വൽ 320. ഇതെല്ലാം ഇൻവാലിഡ് JavaScript വേരിയബിൾസ് ആണ്. എക്സാമ്പിൾ ഓഫ് JavaScript വേരിയബിൾ. നമുക്ക് JavaScript വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. സ്ക്രിപ്റ്റ് var x is equal to 10, var y equal to 20, var z is equal to x plus y, and document dot write z. അപ്പോൾ എക്സ് പറഞ്ഞ വേരിയബിൾ 10 സ്റ്റോർ ചെയ്തു. എപ്പോഴും നമ്മൾ JavaScript സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ സ്ക്രിപ്റ്റിൽ നിന്ന് ക്ലോസ് ചെയ്യണം. ഇത് സ്ക്രിപ്റ്റിൻ്റെ ക്ലോസിംഗ് ടാഗ് പറയും. ഇത് സ്ക്രിപ്റ്റ് ഓപ്പണിംഗ് ടാഗ്, ഇത് സ്ക്രിപ്റ്റ് ക്ലോസിംഗ് ടാഗ്. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ എക്സ് ക്രിയേറ്റ് ചെയ്തു ഓഫ് വാല്യൂ 10.
y പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ഓഫ് വാല്യൂ 20. പിന്നെ സെറ്റ് പറഞ്ഞ വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സെറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 10+20 30 കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് 10+20 എക്സിൽ 10 വൈയിൽ 20. അപ്പോൾ രണ്ടിന് ആഡ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ഈക്വൽ ടു സെറ്റ് പറയുമ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു റൈറ്റ് സെറ്റ് പറയുമ്പോൾ നമുക്ക് 30 കിട്ടി ഔട്ട്പുട്ട്. ജാവാസ്ക്രിപ്റ്റ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദർ ആർ 2 types ഓഫ് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഒന്ന് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, മറ്റേത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ഡൈനാമിക് ടൈപ്പ് ലാംഗ്വേജ് ആണ്. അതായത് നമുക്ക് ടൈപ്പ് ഓഫ് വേരിയബിൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. യു നീഡ് ടു യൂസ് എ വേർ ഹിയർ ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ്. അപ്പോൾ വേർ യൂസ് ചെയ്യണം, ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. It can hold any type of values such as numbers, string, etc. അപ്പോൾ നമ്പർ ഹോൾഡ് ചെയ്യുക, സ്ട്രിങ് ഹോൾഡ് ചെയ്യുക. ഇവിടെ ഇപ്പം var a equal to 40 വരെ നമ്പർ ഹോൾഡ് ചെയ്തു. പിന്നെ var b equal to രാഹുൽ പറഞ്ഞാൽ അത് സ്ട്രിങ് ഹോൾഡ് ചെയ്തു. JavaScript primitive data types. There are 5 types of primitive data types in JavaScript. 5 types of primitive data type ഉണ്ട് JavaScriptൽ. ഒന്ന് സ്ട്രിങ്, നമ്പർ, ബൂലിയൻ, അൺഡിഫൈൻഡ്, നൾ. സ്ട്രിങ് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് ഹലോ അങ്ങനെയല്ല. നമ്പർ പറഞ്ഞാൽ ന്യൂമറിക് വാല്യൂസ് ആണ് 100. ബൂലിയൻ പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് വാല്യൂ ആണ്, ട്രൂ ഓർ ഫാൾസ് വാല്യൂ. അൺഡിഫൈൻഡ് പറഞ്ഞാൽ റെപ്രസെൻറ്റ്സ് അൺഡിഫൈൻഡ് വാല്യൂ. നൾ പറഞ്ഞാൽ റെപ്രസെൻറ്റ് നൾ, അതായത് നോ വാല്യൂ അറ്റ് ഓൾ. നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആർ ഫോളോസ്. അപ്പോൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഒബ്ജക്റ്റ്, അറേ ആൻഡ് റെഗുലർ എക്സ്പ്രഷൻ, റെജ് എക്സ്പ്രഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻസ് ആണ് ത്രൂ വിച്ച് വി ക്യാൻ ആക്സസ് മെമ്പേഴ്സ്. അറേ പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ വാല്യൂസ് ആണ്. റെജ് ASP പറഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ ആണ്. JavaScript operators are symbols that are used to perform operations on operands. അപ്പം JavaScript operators symbols ആണ് used to perform operation on operands. അപ്പോൾ ഇത് ഓപ്പറൻസ് ആണ്, ഇത് ഓപ്പറേറ്റർ ആണ്. അപ്പം ഇത് പ്ലസ് ഓപ്പറേറ്റർ ആണ്. var sum is equal to 10+20 plus is the arithmetic operator. അപ്പോൾ ഇത് arithmetic operator എന്ന് പറയും. ഈക്വൽ ടു പറഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ. There are following type of operators in JavaScript. JavaScriptൽ following type of operators ഉണ്ട്. ഒന്ന് arithmetic operators, comparison operators അല്ലെങ്കിൽ relational operators, bitwise operators, logical operators, assignment operators, special operators. അപ്പം ജാവാസ്ക്രിപ്റ്റ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥമാറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചില അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് കാണാം. പ്ലസ് പറഞ്ഞാൽ അഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 10+20 = 30. മൈനസ് പറഞ്ഞാൽ സബ്ട്രാക്ഷന് യൂസ് ചെയ്യുന്ന അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ 20 - 10 = 10. പിന്നെ സ്റ്റാർ പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ ആണ്. 10 × 20 = 200. ഡിവിഷൻ പറഞ്ഞാൽ ഡിവിഷൻ ബൈ പറഞ്ഞാൽ ഡിവിഷൻ അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. 20/10 = 2. പിന്നെ പെർസെൻറ്റേജ് പറഞ്ഞാൽ അത് മോഡുലസ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ 20 മോഡുലസ് 10 = 0. പ്ലസ് പറഞ്ഞാൽ അത് ഇൻക്രിമെൻ്റ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ ആണ്. മൈനസ് പറഞ്ഞാൽ അത് ഡിക്രിമെൻ്റ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ ആണ്. അപ്പം var a = 10, a++ എന്ന് പറഞ്ഞാൽ നമുക്ക് a = 11 കിട്ടും. where a = 10, a - പറഞ്ഞാൽ നമുക്ക് a = 9 കിട്ടും. പിന്നെ ജാവാസ്ക്രിപ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. ഡബിൾ ഈക്വൽ ടു ഈസ് ഈക്വൽ ടു പറഞ്ഞാൽ അത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ ട്രിപ്പിൾ ഈക്വൽ ടു പറഞ്ഞാൽ ഐഡന്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. നോട്ട് ഈക്വൽ ടു പറഞ്ഞാൽ അത് 10 ≠ 20 = ട്രൂ.
പിന്നെ നോട്ട് ഈക്വൽ ടു അത് നോൺ ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കമ്പാരിസൺ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓപ്പറേറ്റർ ആണ്, ലെസ് ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെയുള്ളത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ പറഞ്ഞാൽ ഓരോ ബിറ്റിലും ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിനെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയും. ഒന്ന് ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, രണ്ട് വാല്യൂസും ട്രൂ ആയാലും മാത്രമേ അത് ട്രൂ ആവുള്ളൂ. പിന്നെ ബിറ്റ് വൈസ് ഓർ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാലും അത് ട്രൂ ആവും. പിന്നെ ബിറ്റ് വൈസ് സോർ ഓപ്പറേഷൻ ഉണ്ട്, അത് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയും. പിന്നെ ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേറ്റർ ഉണ്ട്, നോട്ട് 10 പറഞ്ഞാൽ -10 കിട്ടും. പിന്നെ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ബിറ്റ്സ് 0 ഉണ്ട്. ഇതെല്ലാം ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. പിന്നെ ഉള്ളത് ജാവാസ്ക്രിപ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ ആൻഡ് 10 equal to 20 and 20 equal to 33 equal to false. അപ്പോൾ ഇതിനെ ലോജിക്കൽ ആൻഡ് പറയും. പിന്നെ നമുക്ക് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ഉണ്ട്. അത് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈക്വൽ ടു അസൈൻ ഓപ്പറേറ്റേഴ്സ് ആണ്. പ്ലസ് ഈക്വൽ ടു ആഡ് ആൻഡ് അസൈൻ, പിന്നെ മൈനസ് ഈക്വൽ ടു സബ്ട്രാക്ട് ആൻഡ് അസൈൻ, സ്റ്റാർ ഈക്വൽ ടു മൾട്ടിപ്ലൈ ആൻഡ് അസൈൻ, പൈ ഈക്വൽ ടു ഡിവൈഡ് ആൻഡ് അസൈൻ, മോഡുലസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മോഡുലസ് ആൻഡ് അസൈൻ. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ജാവാസ്ക്രിപ്റ്റ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, റിട്ടേൺസ് വാല്യൂ ബേസ്ഡ് ഓൺ കണ്ടീഷൻ. അപ്പം കണ്ടീഷൻസിൻ്റെ ബേസ്ഡ് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യും. പിന്നെ കോമ ഓപ്പറേറ്റർ ഉണ്ട്, അത് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും ആസ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഡിലീറ്റ് ഓപ്പറേറ്റർ, ഒരു പ്രോപ്പർട്ടീനെ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ഓപ്പറേറ്റർ ചെക്സ് ഇഫ് ദ ഒബ്ജക്റ്റ് ഹാസ് ഗിവൺ പ്രോപ്പർട്ടി. അപ്പം ഒരു ഒബ്ജക്റ്റിന് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ, അതായത് ഒബ്ജക്റ്റ് ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ഗിവൺ ടൈപ്പ്. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ഗിവൺ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് റിട്ടേൺ ചെയ്യും. വോയിഡ് പറഞ്ഞാൽ അത് എക്സ്പ്രഷൻസിൻ്റെ റിട്ടേൺ വാല്യൂ ഡിസ്കാർഡ് ചെയ്യും. പിന്നെ ഈൽഡ് ഓപ്പറേറ്റർ ഉണ്ട്, അത് ചെക്ക് ചെയ്യും വാട്ട് ഈസ് റിട്ടേൺ ജനറേറ്റഡ് ബൈ ദ ജനറേറ്റേഴ്സ് ഇറ്ററേറ്റർ. അപ്പം ജനറേറ്ററിൻ്റെ ഇറ്ററേറ്ററിൽ എന്നാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് അത് ചെക്ക് ചെയ്യും. അത് ഈൽഡ് ഓപ്പറേറ്റർ എന്ന് പറയും. ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ്. അപ്പം ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു പെർഫോം ഓപ്പറേഷൻസ്. നമുക്ക് ഫങ്ഷൻ എത്ര വേണമെങ്കിലും കോൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് കോഡ് റീയൂസബിലിറ്റിയും ലെസ് കോഡിങ്ങും. അപ്പം ഫങ്ഷൻ നെയിം, ഇത് പാരാമീറ്റേഴ്സ്. ആദ്യം ഫങ്ഷൻ വന്ന കീവേഡ് കൊടുക്കണം, പിന്നെ ഫങ്ഷൻ്റെ പേര് കൊടുക്കണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യേണ്ടത്, എക്സിക്യൂഷൻ കോഡ് ചെയ്യേണ്ടത് അത് അതിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ ബ്രേസസ് ക്ലോസ് ചെയ്യും. നമുക്ക് ഫങ്ഷൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. സ്ക്രിപ്റ്റ് ഫങ്ഷൻ മെസ്സേജ് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ മെസ്സേജ് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ടാക്കി. പിന്നെ അലേർട്ട് ചെയ്യും, ഹലോ ദിസ് ഈസ് എ മെസ്സേജ്. പിന്നെ ഫങ്ഷൻ്റെ ബോഡി ക്ലോസ് ചെയ്തു, പിന്നെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഇൻപുട്ട് ടൈപ്പ് കൊണ്ട് ബട്ടൺ കൊടുത്തു. അപ്പോൾ ഒരു ബട്ടൺ ഉണ്ടാക്കി. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് പറഞ്ഞിട്ട് ആ ഫങ്ഷൻ കോൾ ചെയ്യണം. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു കോൾ ഫങ്ഷൻ. അപ്പോൾ ഇവിടെ കോൾ ഫങ്ഷന് നമ്മൾ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഹലോ വേൾഡ് എന്ന്, ഹലോ ദിസ് ഈസ് എ മെസ്സേജ് എന്ന് കിട്ടും. പിന്നെ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇത് ഫങ്ഷനാണ്.
അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലെ സാധനത്തിന് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്പർ സ്റ്റാർ പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലെ കണ്ടന്റ് നമുക്ക് കിട്ടും. അതായത് ആർഗ്യുമെൻറ്റ്സ് നോക്കാം. നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും, അത് വാല്യൂനെ റിട്ടേൺ ചെയ്യും, എന്നിട്ട് നമുക്ക് ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ ആദ്യം സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുക, പിന്നെ ഫംഗ്ഷൻ എഴുതുക, ഫംഗ്ഷൻ പറഞ്ഞ കീവേഡ് എഴുതുക, പിന്നെ ഫംഗ്ഷൻ്റെ പേര് എഴുതുക ഗെറ്റ് ഇൻഫോ, പിന്നെ റിട്ടേൺ ഹലോ ജാവ പോയിന്റ് ഹൗ ആർ യു, പിന്നെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. പിന്നെ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഗെറ്റ് ഇൻഫോ കൊടുത്തു. അപ്പോൾ ആ ഫംഗ്ഷനിലുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്തു, ഹലോ ജാവ പോയിന്റ് ഹൗ ആർ യു. പിന്നെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് പറഞ്ഞൊരു എൻറ്റിറ്റി ആണ്. അതിന് സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർ, പെൻ, ബൈക്ക്, ചെയർ, ഗ്ലാസ് ഇതെല്ലാം ഒബ്ജക്ട്സ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ ഉള്ള എല്ലാ സംഭവവും ഒബ്ജക്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ടെംപ്ലേറ്റ് ബേസ്ഡ് ആണ്, ക്ലാസ് ബേസ്ഡ് അല്ല. ഇവിടെ നമ്മൾ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല ടു ഗെറ്റ് ദ ഒബ്ജക്റ്റ്, പക്ഷേ നമ്മൾ ഒബ്ജക്റ്റിനെ ഡയറക്റ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഒബ്ജക്റ്റ് ലിറ്ററൽ, ഒന്ന് ഇൻസ്റ്റാൻസ് ഓഫ് ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബൈ യൂസിങ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ടർ പറഞ്ഞാൽ ഫംഗ്ഷൻ വിത്ത് ദ സെയിം ക്ലാസ് നെയിം. JavaScript object by object literal. The syntax of creating object using object literal is given below. അപ്പോൾ ഒബ്ജക്റ്റ് ഈക്വൽ ടു പ്രോപ്പർട്ടി 1 വാല്യൂ 1 കൊടുക്കുക, പ്രോപ്പർട്ടി 2 വാല്യൂ 2 കൊടുക്കുക, പ്രോപ്പർട്ടി n വാല്യൂ n കൊടുക്കുക. ഇപ്പോൾ സ്ക്രിപ്റ്റ് കൊടുത്തു, emp പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ID ഈക്വൽ ടു ID 102 കൊടുത്തു, നെയിം ശ്യാംകുമാർ കൊടുത്തു, സാലറി 40,000 കൊടുത്തു. പിന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് emp.id അസസ് ചെയ്തു, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു emp.name, പിന്നെ emp.salary ഇതെല്ലാം കോൺകാറ്റിനേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഔട്ട്പുട്ട് 102, ശ്യാംകുമാർ 40,000 കിട്ടും. ഇത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ പ്രോപ്പർട്ടി ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 102, ശ്യാംകുമാർ 40,000 കിട്ടി. ബൈ ക്രിയേറ്റിംഗ് ഇൻസ്റ്റാൻസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് സിൻടാക്സ് ഓഫ് ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വാർ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഒബ്ജക്റ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ സ്ക്രിപ്റ്റ് വാർ എംപ് പറഞ്ഞൊരു ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തു, പിന്നെ ന്യൂ ഒബ്ജക്റ്റ്, അപ്പോൾ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. emp.id ഈക്വൽ ടു 101 കൊടുത്തു, emp.name രവി മാലയ്ക്ക് കൊടുത്തു, emp.salary 50,000 കൊടുത്തു. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ emp.id പറഞ്ഞാൽ അസസ് ചെയ്യും, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു, emp.name അസസ് ചെയ്തു, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു, emp.salary അസസ് ചെയ്തു, പിന്നെ സ്ക്രിപ്റ്റിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 101 രവി 50,000 കിട്ടി. പിന്നെ തേർഡ് മെത്തേഡാണ് ബൈ യൂസിങ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ പറഞ്ഞാൽ ക്ലാസിൻ്റെ സെയിം പേരിലെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പം ഫംഗ്ഷൻ സ്ക്രിപ്റ്റ് കൊടുത്തു, ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തു, emp പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. ഇത് emp പറഞ്ഞാൽ കൺസ്ട്രക്ടറാണ്. ആ കൺസ്ട്രക്ടറിലെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ആണ് ID, നെയിമും സാലറിയും. എന്നിട്ട് this.id ഈക്വൽ ടു ID കൊടുത്തു, this.name ഈക്വൽ ടു നെയിം കൊടുത്തു, this.salary ഈക്വൽ ടു സാലറി കൊടുത്തു. അപ്പോൾ this കീവേഡ്സ് പറഞ്ഞാൽ കറണ്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പം ഈക്വൽ ടു ന്യൂ emp കൊടുത്തു, പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ 103 വിമൽ ജസ്വാൾ 30,000 നമ്മൾ പാസ് ചെയ്തു.
എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ ഡി അക്സസ് ചെയ്തു, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു, പിന്നെ സ്പേസ് ചെയ്തു, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു, പിന്നെ നെയിം അക്സസ് ചെയ്തു, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു, പിന്നെ കുറച്ച് സ്പേസ്, പിന്നെ കോൺകാറ്റിനേറ്റ് ചെയ്തു, സാലറി അക്സസ് ചെയ്തു, പിന്നെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഔട്ട്പുട്ട് 103 വിമൽ ജസ്വാൾ 30,000 വന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. പിന്നെ ഉള്ളത് ജാവാസ്ക്രിപ്റ്റ് അറേ ആണ്. ജാവാസ്ക്രിപ്റ്റ് അറേ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് റെപ്രസെന്റ്സ് എ കളക്ഷൻ ഓഫ് സിമിലർ കളക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് അറേ. സിമിലർ ടൈപ്പ്. There are 3 ways to construct array in a JavaScript. ഒന്ന് array literal, ഒന്ന് creating instance of array directly using new keyword, പിന്നെ using array constructor using new keyword. പിന്നെ JavaScript array literal. ഇതിൻ്റെ സിൻടാക്സ് പറഞ്ഞാൽ var keyword യൂസ് ചെയ്യും, arrayൻ്റെ പേര് equal to value 1, value 2, value n. Let us see the simple example of creating and using array in a JavaScript. അപ്പോൾ അറേ യൂസ് ചെയ്യുന്നൊരു സിൻടാക്സ് നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, പിന്നെ var പറഞ്ഞ emp വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ var യൂസ് ചെയ്തു. പിന്നെ empൽ നമ്മൾ അസൈൻ ചെയ്തു ഒരു സ്ട്രിങ്, സോനു പറഞ്ഞൊരു സ്ട്രിങ് അസൈൻ ചെയ്തു, വിമൽ പറഞ്ഞൊരു സ്ട്രിങ് അസൈൻ ചെയ്തു, രതൻ പറഞ്ഞൊരു സ്ട്രിങ് അസൈൻ ചെയ്തു. അപ്പം നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. I equal to 0, I less than emp dot length. അപ്പോൾ emp dot length വേറെ അത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് emp I പ്ലസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് പ്രിന്റ് ചെയ്യും. അപ്പം a of 0 സോനു സ്റ്റോർ ചെയ്ത് വെച്ചു, a of 1 വിമൽ സ്റ്റോർ ചെയ്ത് വെച്ചു, a of 2 രത്തൻ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് അത് പ്രിന്റ് ചെയ്തു. പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് പുതിയ ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്പുട്ട് സോനു, ന്യൂ ലൈനിൽ വിമൽ, പിന്നെ ബ്രേക്ക് ചെയ്തു ന്യൂ ലൈനിൽ രത്തൻ എന്ന് കിട്ടും. ജാവാസ്ക്രിപ്റ്റ് അറേ ഡയറക്ട്ലി. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറേ ഡയറക്ട്ലി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിലുണ്ട്. The syntax of creating array directly is given below. var array name. അപ്പം array name അറേൻ്റെ പേര് കൊടുത്തു ഈക്വൽ ടു ന്യൂ അറേ. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ എല്ലാം നമ്മൾ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ സാധനവും ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂ കീവേഡ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ഇൻസ്റ്റാൻസ് ഓഫ് ദി അറേ. ഇൻസ്റ്റാൻസ് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് us see the example of creating array directly. അപ്പം അറേ ഡയറക്റ്റ്ലി ക്രിയേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, പിന്നെ ഐ പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു യൂസിങ് var കീവേഡ്. പിന്നെ emp പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് പുതിയ അറേ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ന്യൂ അറേ പറഞ്ഞ അറേ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. പിന്നെ emp 0 അരുണിന് അസൈൻ ചെയ്തു, emp 1 വരുന്ന് കൊടുത്തു, emp 2 ജോൺ കൊടുത്തു. പിന്നെ ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ i equal to 0, i less than emp or length, അത് emp of 0 പ്രിന്റ് ചെയ്യും. പിന്നെ ആദ്യം ചെക്ക് ചെയ്യും, അത് 1 ആവും. അത് ട്രൂ ആണെങ്കിൽ അത് emp 1 പ്രിന്റ് ചെയ്യും. പിന്നെ അത് emp 2 പ്രിന്റ് ചെയ്യും. പിന്നെ അത് 3 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ അത് ലൂപ്പിൽ നിന്ന് വരും, ഔട്ടായിട്ട് വരും. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തു ന്യൂ ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരുൺ, വരുൺ, ജോൺ എന്ന് കിട്ടി. emp of 0 അരുൺ കിട്ടി, emp of 1 വരുൺ എന്ന് കിട്ടി, emp of 2 ജോൺ എന്ന് കിട്ടി. അപ്പോൾ ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജാവാസ്ക്രിപ്റ്റ് അറേ കൺസ്ട്രക്ടർ ആണ്.
you need to create instance of array by passing arguments in a constructor so that we don't have to provide value explicitly. അപ്പോൾ അറേയിൽ നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൈ പാസിങ് ആർഗ്യുമെന്റ്സ് ഇൻ എ കൺസ്ട്രക്ടർ. അപ്പോൾ കൺസ്ട്രക്ടറിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുക്കാൻ പറ്റും, വാല്യൂ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ടറിൽ കൊടുക്കുന്നുണ്ട്. ദ എക്സാമ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് ബൈ അറേ കൺസ്ട്രക്ടർ ഈസ് ഗിവൺ ബിലോ. സ്ക്രിപ്റ്റ് യൂസ് ചെയ്തു, var emp യൂസ് ചെയ്തു, ന്യൂ അറേയിൽ emp of 0 ജെ സ്റ്റോർ ചെയ്തു, emp of 1 വിജയ്, emp of 2 സ്മിത്ത്. അപ്പം ഇത് i equal to 0 emp ഡോട്ട് ലെങ്ത്, അതായത് അതിൻ്റെ സ്ട്രിങ് അറേൻ്റെ ലെങ്ത് വരെ ലൂപ്പ് റൺ ചെയ്യണം. പിന്നെ ഓരോ പ്രാവശ്യം ഇത് പ്രിൻ്റ് ചെയ്യും emp of i. അപ്പോൾ emp of 1 ജെന്ന് പ്രിൻ്റ് ചെയ്തു, പിന്നെ ബ്രേക്ക് ചെയ്തു, പിന്നെ ഇതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ++ ആയി 1 ആയി. അപ്പം emp of 2 വിജയ് പ്രിൻ്റ് ചെയ്തു, പിന്നെ ബ്രേക്ക് ചെയ്തു, പുതിയ ലൈനിൽ വന്നു. എന്നിട്ട് emp of 2 അതായത് i++, അപ്പം അത് 2 ആവും. അപ്പോൾ emp of 2 സ്മിത്ത് പ്രിൻ്റ് ചെയ്തു. അപ്പം അങ്ങനെ വിജയ് സ്മിത്ത് പ്രിൻ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. Thank you, students.